നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെന്റ് രുചിക്കൂട്ടിലെ പൊടിക്കൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്രിസ്മസിന് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം നല്ല ഭക്ഷണം കഴിക്കാം. നമ്മളിപ്പോൾ ഫാമിലിയോടൊക്കെ കൂടെ ചേർന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പവും അതുപോലെ മട്ടൺ സ്റ്റ്യൂവും ചിക്കൻ സ്റ്റ്യൂവും ഒക്കെ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയൊക്കെ കൂടെ ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാടൻ വിഭവങ്ങൾ, നമ്മുടെ നാടിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അപ്പത്തിൻ്റെ ഒപ്പം ഉള്ള ഒരു ഫിഷ് മോളി, നല്ലൊരു സ്റ്റൈലൻ വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് മോളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല, ഓഷ്യൻ പാലറ്റിലെ നമ്മുടെ മെയിൻ ഷെഫായ ജോജോ ആണ്. ഇത് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് നമുക്ക് നോക്കാം അടുത്തതായി. ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റി ഉള്ള ഒരു ഫിഷ് ഐറ്റമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചെയ്യാൻ വേണ്ടി. അത് ഫിഷ് മോളിയും നമ്മുടെ കള്ളപ്പവും. അത് നിങ്ങളെല്ലാവർക്കും അറിയാം, ഇത് വളരെ പോപ്പുലറാണ്, അതേസമയം വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സാധനം. മൈൽഡായ ഡിഷുമാണ്, നമുക്ക് പിള്ളേർക്കെല്ലാം കൊടുക്കാനും പറ്റും. എല്ലാവർക്കും ഏത് തരം, നിങ്ങളിപ്പോൾ ആരെയും ഇൻവൈറ്റ് ചെയ്യുവാണ് ഈ കൺട്രിയിൽ, പുറത്തുള്ളവരെയോ പല ആൾക്കാരെയും, അവർക്ക് എരിവ് കുറഞ്ഞതും എന്നാലും ഒരു സ്റ്റ്യൂവിൻ്റെ പല രീതിയിലുള്ള, ഇത് ടെക്നിക്കലി ഫിഷ് സ്റ്റ്യൂ എന്ന് പറയാം നമുക്ക് ഈ സാധനം. അത് ആ ഒരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഞാനിവിടെ കള്ളപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഒരു മണിക്കൂറിന് മുമ്പ് ആൾക്കാർ ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ 1 മണിക്കൂറിനുണ്ട് ഇവിടെ വരും, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഡിന്നറിന് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആദ്യമേ നമ്മുടെ അരിപ്പൊടി ഇവിടെ റെഡിമെയ്ഡ് അരിപ്പൊടി മേടിക്കാൻ കിട്ടും. അത് അതിനകത്തോട്ട് നമ്മൾ ശേഷം തേങ്ങാപ്പാലും ഇതിന് വ്യത്യാസം, പാലപ്പം ഇത് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ശേഷം ചെറുജീരകവും അതുപോലെ തന്നെ തേങ്ങയും അരച്ച് ചേർക്കും ഇതിനകത്ത്. പിന്നെ സോൾട്ടും ഷുഗറും, അത്രേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. കള്ളപ്പം ഇതിനകത്ത് നമ്മളിവിടെ കള്ള് കിട്ടത്തില്ല, അതിനാൽ നമ്മൾ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അതാണ് ഡിഫറൻസ്. അത് നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യമേ അപ്പത്തിൻ്റെ ബാറ്റർ കലക്കി വെക്കുക. അത് ആ 1 മണിക്കൂർ സമയം കൊണ്ട് അത് ഫെർമെൻ്റ് ആവും. അപ്പോഴത്തേക്കും നിങ്ങൾ അപ്പം ഉണ്ടാക്കാൻ റെഡി ആയിരിക്കും. ആ ബൈ ദ ടൈം നിങ്ങൾ അത് കഴിഞ്ഞത്തേക്കും ആദ്യമേ അപ്പം ബാറ്റർ കലക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഫിഷ് ഞാനിപ്പം ഒരു 450 ഒരു LB ഫിഷ് നെയ്മീനാണ് ഉപയോഗിക്കുന്നത്, കട്ട് ചെയ്ത് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മാരിനേഷൻ എന്ന് പറഞ്ഞാൽ ശേഷം പെപ്പറും അതുപോലെ തന്നെ പൊടിക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, ഉപ്പ്, ഇത്രയേ ഉള്ളൂ അതിനകത്ത് ഫിഷിൻ്റെ മാരിനേഷൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 2 സവോള, ജിഞ്ചർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജൂലിയൻ ടൈപ്പ്. ഇത് മസ്റ്റാണ്, നമ്മൾ ക്രഷ് ചെയ്തിട്ട് കാര്യമില്ല, ജൂലിയനായിട്ട് തന്നെ കട്ട് ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫ്ലേവർ റിലീസ് ആവുള്ളൂ. അതുപോലെ പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, പിന്നെ നാരങ്ങയാണ് ഇതിനകത്ത് നമ്മൾ പുളിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ നല്ല കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ സ്പൈസസ് എന്ന് പറയാം, വേറൊന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളത് കരിയാപ്പില ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ടൊമാറ്റോ നമ്മൾ ജസ്റ്റ് ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കിങ് ഫിഷ് നമ്മൾ ചേർക്കണം. നിങ്ങളിവിടെ സീവേഡ് ഫിഷ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസമാണ്. സീവേഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ അവരതിന് കോട്ടിങ് കൊടുക്കും, നമ്മുടെ കട്ടകളെടുത്ത്. അപ്പോൾ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം അതിനുള്ളിലെ ജ്യൂസ് അതിനുള്ളിലുണ്ടാവും. അപ്പോൾ അപ്പോഴും ഫിഷ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്.
കെയത്തിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, ക്രിസ്മസ് ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക, നമുക്കും തിരിച്ച് കുറേ കിട്ടും. അപ്പം എന്തായാലും എൻജോയ്. നമ്മൾ വീണ്ടും കാണും ന്യൂ ഇയർ എപ്പിസോഡുമായിട്ടൊരു സ്പെഷ്യൽ കാഴ്ചകളൊക്കെ ആയിട്ട് വരും. അപ്പം എന്തായാലും പുതുതായിട്ട് കാണാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നത് വരെ ടിൽ ദെൻ ഇറ്റ്സ് മീക്ക സൈനിങ് ഓഫ്.